Good afternoon. Good afternoon. Yes, start ചെയ്യാം. So, we are discussing transposition cipher, right? The transposition cipher means the cipher text is obtained by rearrange the letters in the plain text. So, under this, there are two methods, rail fence and columnar transposition method. Okay, we already discussed rail fence method. And the second method is columnar transposition. Okay, here we write the message in rectangle. First, we write the message in rectangle, that is row by row. Okay, then read the messages of column by column. First, write the message in rectangle, that is row by row. Then read the message of column by column, but permutate the order of the column. Okay, let's see the example. Here, our plain text is attack, postpone until 2 am. Okay, this is a key. Keys are 4, 3, 1, 2, 5, 6, 7. നിങ്ങളുടെ കയ്യിൽ കീ തരും then ഒരു plain text തരും. Okay, then encryption കേസിൽ first write the key 3, 4, 2, 1, 5, 6, 7. Then next എന്ത് ചെയ്യണം plain textനെ റെക്റ്റാങ്കിൾ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ദ റോ ബൈ റോ റൈറ്റ് ചെയ്യുക. ഫസ്റ്റ് എന്ത് ചെയ്യാം ATTACKP. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് റോ ചെയ്തു. നെക്സ്റ്റ് അടുത്ത റോയിൽ എന്ത് ചെയ്യുന്നു ലെറ്റേഴ്സ് ഫില്ല് ചെയ്യും. ഓക്കെ, സോ ഫില്ല് ചെയ്താൽ ഈ ഒരു പൊസിഷനിൽ എത്തിയാൽ കംപ്ലീറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. വാക്കൻ്റ് ആയിട്ട് 3 പ്ലേസ് ഇവിടെ വരും. ഈ ഒരു വാക്കൻ്റ് പ്ലേസ് നിങ്ങൾ എന്ത് ചെയ്യണം ഫില്ല് ചെയ്യണം. ഇങ്ങനെ ഫില്ല് ചെയ്യാം ആൽഫബറ്റിലെ ലാസ്റ്റ് എലമെന്റ്സ് വെച്ച് ലാസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇവിടെ 3 വാക്കൻ്റ് പ്ലേസ് ആണുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും XYZ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. സപ്പോസ് ഇവിടെ 4 ആണ് വാക്കൻ്റ് എങ്കിൽ എന്തായിരിക്കും WXYZ വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, ദെൻ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു ഈ ഒരു ഫോമിൽ റെക്റ്റാങ്കിൾ ഫോമിൽ മെസ്സേജ് റൈറ്റ് ചെയ്യുന്നു. ദെൻ ഈ ഫസ്റ്റ് നെക്സ്റ്റ് നമ്മൾ ഈ കോളം ചെക്ക് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ലോവസ്റ്റ് നമ്പർ എന്താ 1 ആണല്ലേ. സോ കറസ്പോണ്ടിങ് അതിൻ്റെ കോളത്തിലെ എലമെൻസിനെ റീഡ് ചെയ്യും. APTN ഇതായിരിക്കും സിഫർ ടെക്സ്റ്റിലെ ഫസ്റ്റ് 4 എലമെൻറ്റ്സ്. ആൻഡ് സെക്കൻഡ് 2 ആയിരിക്കും അല്ലേ, ലോവസ്റ്റ് 2 ആണ്. ദെൻ എലമെൻറ്റിനെ റീഡ് ചെയ്യും TTNA. ഇതായിരിക്കും നെക്സ്റ്റ് 4 എലമെൻറ്റ്സ്. നെക്സ്റ്റ് തേർഡ് കോളം റീഡ് ചെയ്യും ഫിഫ്ത്ത്, സിക്സ്ത്, and 7th. So finally we get the cipher text. Is it clear? Is it clear? Okay.
സോ സെൻഡർ എന്ത് ചെയ്യും, ഈ സിഫർ ടെക്സ്റ്റും കീ മാർക്ക് സെൻഡ് ചെയ്യും, റിസീവറിന് സെൻഡ് ചെയ്യും. ദെൻ റിസീവർ സൈഡിൽ എന്താ ഡീക്രിപ്ഷൻ പെർഫോം ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് ഡീക്രിപ്ഷൻ്റെ സ്റ്റെപ്സ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത്, ഇപ്പോൾ റിസീവറുടെ കയ്യിൽ എന്തുണ്ട്, സിഫർ ടെക്സ്റ്റ് ഉണ്ട്, ദെൻ ഈ സെയിം കീ ഉണ്ടാവും. ഓക്കെ, the first step, divide the received message into m by c parts. So given message എന്ത് വേണം, m by c parts divide ചെയ്യണം. Then what is m, what is c? M is the number of character in the ciphertext. The number of character in the ciphertext, and c is the number of columns, that is number of elements in the key. Okay, so our ciphertext is here. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്, 20. നിങ്ങൾ കൗണ്ട് ചെയ്യുക, ഇറ്റ്സ് 28. ഓക്കെ, ആൻഡ് കീ ലെങ്ത് 1 2 3 4 5 6 7. സോ ഫസ്റ്റ് ഡിവൈഡ് 28 by 7, we get the answer 4. ഓക്കെ, ഇനി എന്ത് വേണം, യുവർ സിഫർ ടെക്സ്റ്റിനെ 4 പാർട്ടായിട്ട് അല്ലേ ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് 4 എലമെൻ്റ് ഒരു പാർട്ട്, അടുത്ത 4 എലമെൻ്റ് നെക്സ്റ്റ് പാർട്ട് divide in. Okay, the first step, divide the received message into m by c parts, where m is the number of characters in the ciphertext and c is the number of columns, that is number of letters in the key. Okay, and next step, key അവിടെ റൈറ്റ് ചെയ്യും. ഓക്കെ, കീ ഇവിടെ റൈറ്റ് ചെയ്യും. ദെൻ സിഫർ ടെക്സ്റ്റിലെ ഫസ്റ്റ് 4 ലെറ്റർ, 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഫസ്റ്റ് 4 ലെറ്റർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ലോവസ്റ്റ് നമ്പർ അവിടെ എഴുതും, നമ്മൾ റോ വൈസ് എഴുതും, APTM. ഓക്കെ, ഫസ്റ്റ് 4 ലെറ്റർ, 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് 4 ലെറ്റർ എന്താ, കീയിൽ ലോവസ്റ്റ് നമ്പർ ഏതാണോ ആ കോളത്തിൽ റോ വൈസ് എഴുതും, APTM. ആൻഡ് ദ നെക്സ്റ്റ് 4 ലെറ്റർ എവിടെ എഴുതും, ഈ ഒരു 2ൻ്റെ കോളത്തിൽ റൈറ്റ് ചെയ്യും, TTNA. ഓക്കെ, നെക്സ്റ്റ് 4 ലെറ്റർ ഈ ഒരു പ്ലേസിൽ എഴുതും. ദ നെക്സ്റ്റ് ഹിയർ 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 ഹിയർ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഈ ഒരു ടേബിൾ കിട്ടും, വി ഗെറ്റ് ദി ടേബിൾ ലൈക്ക് ദിസ്. ഓക്കെ, നൗ read the letter as row wise. Read ചെയ്തോ, attack, postponed, until, to, I am. ഓക്കെ, സോ ഇങ്ങനെ റീഡ് ചെയ്യും. ഇവിടെ എന്ത് കിട്ടും, XYZ ഓൾസോ കിട്ടും. അപ്പോൾ ഇതൊരു മീനിങ്ലെസ് ആണ്. റിസീവർ എന്ത് ചെയ്യും, ഇതിനിവിടെ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഫൈനലി ദിസ് ഈസ് ദ പ്ലെയിൻ ടെക്സ്റ്റ്. Is it clear? സോ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ സ്റ്റെപ്പ് നോക്കുക. ഫോർ എൻക്രിപ്ഷൻ ടൈമിൽ എന്താ, ഫസ്റ്റ് യുവർ മെസ്സേജിനെ റെക്റ്റാങ്കിൾ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക, റോ ബൈ റോ റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ റീഡ് ദ മെസ്സേജ് ഓഫ് കോളം ബൈ കോളം. ഓക്കെ, then for decryption, first divide the received message into m by c parts, then write the key and write the character column wise. Okay, the next, write down the question. Using double stage columnar transposition technique, encrypt the text, cryptography and network security using the key 43125. Here the plain text is cryptography and
network security. Okay, so key is 43125. സോ ഇവിടെ ഒരു ടേം കാണാം, ഡബിൾ സ്റ്റേജ് കൊളുംനാർ ട്രാൻസ്പോസിഷൻ. അതിൻ്റെ മീനിങ് എന്താ? ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? എൻക്രിപ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുക. കിട്ടിയ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു സിഫർ ടെക്സ്റ്റ് കിട്ടും. യു വിൽ ഗെറ്റ് ദി സിഫർ ടെക്സ്റ്റ്. ഓക്കെ, ദെൻ ഈ ഒരു സിഫർ ടെക്സ്റ്റ് എന്താ? സെയിം കീ വെച്ചിട്ട് എഗെയിൻ എൻക്രിപ്റ്റ് ചെയ്യുക. ഇവിടെ എന്താണ്? 2 ടൈംസ് എൻക്രിപ്ഷൻ ആണ്. അതാണ് ഡബിൾ സ്റ്റേജ് കൊളുംനാർ ട്രാൻസ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ സിഫർ ടെക്സ്റ്റ്. അഗെയിൻ എൻക്രിപ്റ്റ് ദി സിഫർ ടെക്സ്റ്റ് യൂസിങ് ദ സെയിം കീ. ഓക്കെ ആണോ? ഒന്ന് ട്രൈ ചെയ്തേ. പെട്ടെന്ന് ട്രൈ ചെയ്യും. ക്വസ്റ്റ്യൻ വേഗം എഴുതാം. ഇപ്പോൾ 2 ഫേസ് ഉണ്ടാവും. ഫസ്റ്റ് ഫേസിൽ യുവർ പ്ലെയിൻ ടെക്സ്റ്റ് ഈസ് ദിസ് ആൻഡ് കീ ഈസ് ദിസ്. ആൻഡ് സെക്കൻഡ് ഫേസിൽ എന്തായിരിക്കും? ഈ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ സിഫർ ടെക്സ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് എൻക്രിപ്റ്റ് ചെയ്യേണ്ടത്. ഒന്ന് പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ഫസ്റ്റ് ഫേസിൽ എന്തായിരിക്കും സിഫർ ടെക്സ്റ്റ്? കംപ്ലീറ്റ് ചെയ്താൽ ഒന്ന് ടൈപ്പ് ചെയ്യാം ആൻസർ. ഓക്കെ, ദെൻ ഈ ഒരു സിഫർ ടെക്സ്റ്റ് എന്താ? അഗെയിൻ എൻക്രിപ്റ്റ് ചെയ്യുക സെയിം കീ വെച്ചിട്ട്. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ചെയ്തോ സെക്കൻഡ് സ്റ്റേജ്? അപ്പം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. സോ ഇതായിരിക്കും ആൻസർ. ജസ്റ്റ് നോട്ട് ചെയ്യാം. ജസ്റ്റ് സിഫർ ടെക്സ്റ്റ് മാത്രം നോട്ട് ചെയ്യാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ക്ലാസിക്കൽ സിഫർ അല്ലെ, സബ്സ്റ്റിറ്റ്യൂഷനും ട്രാൻസ്പോസിഷനും അല്ലെ, 2 ടൈപ്പ് ഉണ്ട്. അത് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ അണ്ടറിൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ടേം സ്റ്റെക്നോഗ്രാഫി. സ്റ്റെക്നോഗ്രാഫി
ഓക്കെ, സോ ഹിയർ ആക്ച്വലി നമ്മളെ മെയിൻ ആയിട്ടുള്ള എയിം എന്താ? അവ പ്ലെയിൻ ടെക്സ്റ്റിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ, അല്ലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മളിവിടെ രണ്ട് മെത്തേഡാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റെഗ്നോ ആണെങ്കിൽ നമ്മൾ സ്റ്റെനോഗ്രാഫി എന്നാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് മെത്തേഡ് ഉണ്ട്, സ്റ്റെനോഗ്രാഫി ആൻഡ് ക്രിപ്റ്റോഗ്രാഫി. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്താണ്? ക്രിപ്റ്റോഗ്രാഫിയാണ് ഡിസ്കസ് ചെയ്തത്. ക്രിപ്റ്റോഗ്രാഫിയിൽ എന്താ? അവ മെസ്സേജിനെ സിഫർ ടെക്സ്റ്റിലേക്ക്, അല്ലെ, ഇന്റലിജിബിൾ മെസ്സേജിന് അൺഇന്റലിജിബിൾ മെസ്സേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയാം. ബട്ട് സ്റ്റെനോഗ്രാഫിന്റെ കേസിൽ എന്താ? അവ മെസ്സേജിനെ ഹൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കൺസീൽ ദി എക്സിസ്റ്റൻസ് ഓഫ് ദി മെസ്സേജ്. ആക്ച്വൽ മെസ്സേജിനെ എന്താണ്? ഹൈഡ് ചെയ്തിട്ടായിരിക്കും ആർക്ക് സെൻഡ് ചെയ്യുന്നത്? റിസീവറിന് സെൻഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലൈക്ക് സപ്പോസ് ഒരു പാരഗ്രാഫ് ഉണ്ട്, ഹായ് ഹലോ STM. ഓക്കെ, സോ എൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ SSHHS ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പാരഗ്രാഫിലെ എല്ലാ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് സെറ്റ് ചെയ്യാണ്. ഈ ഒരു പാരഗ്രാഫിലായിരിക്കും ആക്ച്വൽ മെസ്സേജിന് ഞാൻ ഹൈഡ് ചെയ്യുന്നത്. എല്ലാ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും എൻ്റെ ആക്ച്വൽ മെസ്സേജ്. ഇതാണ് ഒരു സ്റ്റെനോഗ്രാഫിയുടെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ദെൻ ഇവിടെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ക്യാരക്ടർ മാർക്കിംഗ്. ക്യാരക്ടർ മാർക്കിംഗ് മീൻസ് നിങ്ങളുടെ കയ്യിൽ സെൻറ്റൻസ് ഉണ്ടാവും, ജസ്റ്റ് ഹായ് ഹലോ STM. എനിക്ക് ഏത് മെസ്സേജ് ആണോ, ഫോർ എക്സാമ്പിൾ എനിക്ക് സെൻഡ് ചെയ്യേണ്ട മെസ്സേജ് AES, ഇതാണ് എൻ്റെ മെസ്സേജ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിൽ സെലക്റ്റഡ് ലെറ്റർ ഏതൊക്കെയാണ്? AES. ഇതിനെന്ത് ചെയ്യുന്നു? ഓവർ റൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പെൻസിൽ യൂസ് ചെയ്തിട്ട് ഓവർ റൈറ്റ് ചെയ്യും, ജസ്റ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ട് ഓവർ റൈറ്റ് ചെയ്യും. ബട്ട് അറ്റ് എ ടൈം നോക്കുമ്പോൾ എന്തായിരിക്കും? ഇത് ഹായ് ഹലോ STM മാത്രമാണ് റീഡ് ചെയ്യാൻ പറ്റുക. ബട്ട് ഈ പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആംഗിൾ നോക്കുക, അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ലൈറ്റിൽ നോക്കുമ്പോൾ ആക്ച്വലി നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസിൽ പെർട്ടിക്കുലർ ലെറ്റർ എന്താ ഓവർ റൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ക്യാരക്ടർ മാർക്കിംഗ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇൻവിസിബിൾ ഇങ്ക്. നിങ്ങൾക്കറിയാം, നിങ്ങൾ സപ്പോസ് സ്റ്റുഡൻസ് കോപ്പി അടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇൻവിസിബിൾ ഇങ്ക്. അപ്പോൾ ഒരു ബ്ലാങ്ക് പേപ്പറിൽ എന്താണ്? ഒരു പെണ്ണ് വെച്ചിട്ട് എഴുതും. ബട്ട് നമുക്ക് നോക്കുമ്പോൾ എന്താ? അതൊരു ബ്ലാങ്ക് പേപ്പർ ആയിരിക്കും. ബട്ട് സം ഹീറ്റ് അല്ലെങ്കിൽ ഒരു കെമിക്കലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴാണ് ആക്ച്വലി ഇവിടെ എന്താണോ റൈറ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഇതാണ് ഇൻവിസിബിൾ ഇങ്ക്. അടുത്ത മെത്തേഡാണ് പിൻ പങ്ക്ച്വേറ്റേഴ്സ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ലെറ്റേഴ്സ് ഉണ്ടാവും, ഓക്കെ, സെൻറ്റൻസ് ഉണ്ടാവും. നമുക്ക് സെൻഡ് ചെയ്യേണ്ട മെസ്സേജിൻ്റെ ലെറ്റർ നമ്മൾ എന്ത് ചെയ്യും? ഒരു പിന്ന് വെച്ചിട്ട് ഡോട്ട് ഇടും. ഇതാണ് മെസ്സേജ്. ഓക്കെ, HELL എനിക്ക് സെൻഡ് ചെയ്യേണ്ട മെസ്സേജ് എന്താ? ഹായ്. ഞാൻ എന്ത് ചെയ്യും? ഹായ് ഒരു പങ്ക്ച്വേറ്റ് അല്ല പിന്ന് വെച്ചിട്ടൊന്ന് പഞ്ച് ചെയ്യുന്നു പറയാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല. ഒരു ബ്രൈറ്റ് ലൈറ്റിൽ വെച്ചാൽ മാത്രമേ ആക്ച്വലി ഇവിടെ ഒരു പോയിന്റ് നമ്മൾ ഉണ്ടാക്കിയത് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, ഒരു ബ്രൈറ്റ് ലൈറ്റ് വെച്ച് നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ എന്തായിരിക്കും? ഈ പെർട്ടിക്കുലർ Hഉം Iലും എന്താണ്? ഒരു നമ്മൾ ഡോട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അവർ മെസ്സേജ് ഇസ് ഹായ്. ഇതാണ് പിൻ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. And fourth one, typewriter correction ribbon. Typewriter correction ribbon. സെയിം, നിങ്ങളുടെ കയ്യിൽ എന്താണ്? ഒരു പേപ്പേഴ്സ് ഉണ്ടാവും, അതിൽ കുറേ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. എന്താ? ഈ ടൈപ്പ്റൈറ്റർ കറക്ഷൻ റിബൺ വെച്ചിട്ട് പെർട്ടിക്കുലർ സെൻറ്റൻസിന് മുകളിൽ നമ്മൾ ടൈപ്പ് ചെയ്യും.
ഓക്കെ, ഇപ്പൊ നോർമൽ ഒരാൾക്ക് എന്താണ് ആക്ച്വൽ സെന്റൻസ് പോലെയാണ് മനസ്സിലാവുക. നിങ്ങളൊരു സ്ട്രോങ് ആയിട്ട് നോക്കുമ്പോൾ ഈ പെർട്ടിക്കുലർ സെന്റൻസിന്റെ മുകളിൽ എന്താണ് മെസ്സേജ് റൈറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ടൈപ്പ് റൈറ്റർ കറക്ഷൻ റിബൺ. ഓക്കെ, ഇപ്പം നമ്മൾ കുറേ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ മെത്തേഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇമാജിൻ്റെ അല്ലെ, ഇമാജിൻ്റെ ഇൻസൈഡ് പിന്നെ മെസ്സേജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എക്സാമിന് ചോദിച്ചാൽ വാട്ട് യു മീൻ ബൈ സ്റ്റെനോഗ്രാഫി എന്താന്ന് പറയാം, then അതിന് ഡിഫറെൻറ്റ് മെത്തേഡ്സ് പറയാം. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? അനഘ, ശ്രീഷ്മ, ദേവിക, okay. The next, rotor machine. So, റോട്ടോ മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റേജ് എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് റോട്ടോ മെഷീൻ എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് ഈ സെക്കൻഡ് വേൾഡ് വൈഡ് വാറിൻ്റെ ടൈമിലാണ് മെയിനായിട്ട് അത് യൂസ് ചെയ്തത്. ഓക്കെ, നമ്മളിപ്പോൾ ഇനി പറയുന്ന കുറേ സിഫേഴ്സ് ഉണ്ട്. ഇത് മോഡേൺ സിഫറാണ്. ഈ മോഡേൺ സിഫറിന് മുന്നേ നമ്മൾ വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്ത ഒരു മെത്തേഡാണ് റോട്ടോ മെഷീൻ. ഇവിടെ ആക്ച്വലി എന്താ എന്ന് വെച്ചാൽ മൾട്ടി സ്റ്റേജ് എൻക്രിപ്ഷൻ ആണ് നടക്കുന്നത്. അതായത് ഒരു പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്തു, എഗെയിൻ അതിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ മൾട്ടി സ്റ്റേജ് എൻക്രിപ്ഷൻ ആണ് റോട്ടർ മെഷീനിൽ നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇതാണ് റോട്ടർ മെഷീനിന്റെ. എക്സാമിന് ചോദിക്കാം, തിയറി പാർട്ട് ചോദിക്കാം, വാട്ട് ഈസ് റോട്ടർ മെഷീൻ. ഓക്കെ, അപ്പോൾ ഒരു റോട്ടർ മെഷീനിൽ ഇൻഡിപെൻഡൻ്റ് ആയി കുറേ സിലിണ്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ 3 സിലിണ്ടേഴ്സ് ഉണ്ട്. കുറച്ച് സിലിണ്ടേഴ്സ് ഉണ്ടാവും. ഓരോ സിലിണ്ടേഴ്സിനും 26 ഇൻപുട്ട് ഉണ്ടാവും, ദെൻ 26 ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ, 1 to 26 ഇൻപുട്ട്, അതുപോലെ 1 to 26 ഔട്ട്പുട്ട്. ദെൻ ഓരോ പിന്നിനെയും കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ലെറ്റേഴ്സ് വെച്ചിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഇൻപുട്ട് പിന്നിനെ ഔട്ട്പുട്ട് പിന്നായിട്ട് ഇന്റേണലി കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വയർ വെച്ചിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് പൾസ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് ഞാനൊരു പിന്ന് അല്ലെങ്കിൽ ഒരു എ എന്ന് പറയുന്നത് ഇവിടെ പ്രസ് ചെയ്യാണ്. ഓക്കെ, പ്രസ് ചെയ്യുമ്പോൾ ഇതെന്താ റൊട്ടേറ്റ് ചെയ്യും. ഇത് റോട്ടർ മെഷീൻ ആണ്. ഇതാണ് റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ. ഒരു പിൻ പൊസിഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇതിന് കണക്ട് ചെയ്ത ആ കണക്ഷനും കൂടി ഒന്ന് റൊട്ടേറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് വി ഗെറ്റ് ഒരു പ്ലെയിൻ ടെക്സ്റ്റ്, സിഫർ ടെക്സ്റ്റ് കിട്ടും. അപ്പോൾ എ ഞാനിവിടെ പ്രസ് ചെയ്തു, ഒരു പിൻ റൊട്ടേറ്റ് ചെയ്തു, കറസ്പോണ്ടിങ് ഒരു സിഫർ ടെക്സ്റ്റ് സി എന്ന് പറഞ്ഞ സിഫർ ടെക്സ്റ്റ് കിട്ടി. ഓക്കെ, ഇതാണ് മോണോ ആൽഫബറ്റിക് സിഫർ. ഈ കേസിൽ ഇത് മോണോ ആൽഫബറ്റിക് സിഫർ ആയിരിക്കും. ഇനി അടുത്ത വേറൊരു കീ പ്രസ് ചെയ്യുമ്പോൾ എന്തായാലും എഗെയിൻ ഈ സിലിണ്ടർ എന്താണ് ഒരു ബിറ്റ് പൊസിഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ 26 ടൈംസ് എന്തായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്ത് ദെൻ ഇനീഷ്യൽ പൊസിഷനിലെത്തും. ഓക്കെ ആണോ? ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എ എന്ന് പറയുന്ന ഒരു പിന്ന് പ്രസ് ചെയ്തു, എനിക്ക് സിഫർ സി കിട്ടി. ഒന്ന് റൊട്ടേറ്റ് ചെയ്തു, വി ഗെറ്റ് ദ സിഫർ സി. ആൻഡ് നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, എ പ്രസ് ചെയ്തു, എഗെയിൻ എ തന്നെ പ്രസ് ചെയ്യാണ്. ഫസ്റ്റ് എ പ്രസ് ചെയ്യുമ്പോൾ സി സിഫർ കിട്ടി. ആൻഡ് നെക്സ്റ്റ് എ ഒന്നും കൂടി പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഓരോ ഷിഫ്റ്റിൽ എന്തായിരിക്കും ആ കണക്ഷനും കൂടി ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഇൻപുട്ട് ടു ഔട്ട്പുട്ട് കണക്ഷൻ.
അപ്പം നമുക്ക് വേറെ എന്താണ് ജസ്റ്റ് ഒരു ബി എന്ന് പറയുന്ന ലെറ്റേഴ്സ് ആയിരിക്കും കിട്ടുന്നത്, സിഫർ ആയിരിക്കും കിട്ടുക. ഈ ടൈമിൽ ഇത് എന്തായിരിക്കും? പോളി ആൽഫബറ്റിക് സിഫറാണ്. ഓക്കെ, നിങ്ങൾ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. റോട്ടർ മെഷീനിൽ എന്താണ് കുറേ ഇൻഡിപെൻഡൻറ്റ് സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും. ഓരോ സിലിണ്ടറിനും 26 ഇൻപുട്ട് ഉണ്ടാവും, കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഉണ്ടാവും. ഇൻപുട്ടും ഔട്ട്പുട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻപുട്ടിൽ എന്താ ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ട് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഓരോ പ്രസ് ചെയ്യുമ്പോഴും എന്തായിരിക്കും ഈ സിലിണ്ടർ 1 ബിറ്റ് പൊസിഷൻ അല്ലെ റൊട്ടേറ്റ് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ 26 റൊട്ടേഷൻ കഴിഞ്ഞാൽ ബാക്ക് ടു ഇനീഷ്യൽ പൊസിഷനിലെത്തും. സോ ഇങ്ങനെയാണ് ഇവിടുന്ന് സിഫർ കിട്ടുക. ഇനി ഇത് കൂടുതൽ സെക്യൂർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ സിലിണ്ടർ ആഡ് ചെയ്യും. ഓക്കെ, ഇവിടെ എന്താണ് 3 മോട്ടോർ മെഷീനാണ്. അപ്പോൾ 3 സിലിണ്ടേഴ്സ് ഉണ്ടാവും. ഇതാണ് വർക്ക് ചെയ്യുന്ന വെച്ചാൽ എന്തായിരിക്കും? ഒരു സിലിണ്ടർ കംപ്ലീറ്റ് റൊട്ടേഷൻ, അത് 26 റൊട്ടേഷൻ കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് സെക്കൻഡ് സിലിണ്ടറിന്റെ ഒരു ബിറ്റ് പൊസിഷൻ റൊട്ടേറ്റ് ആവും. ഓക്കെ, ഇനി ഈ സെക്കൻഡ് 26 റൊട്ടേഷൻ കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് തേർഡ് സിലിണ്ടറിന്റെ ഒരു ബിറ്റ് പൊസിഷൻ റൊട്ടേറ്റ് ആവും. അപ്പോൾ ടോട്ടൽ എത്ര റൊട്ടേഷൻ ഉണ്ട്? 26 ഇൻറ്റു 26 ഇൻറ്റു 26. അത്രയും എന്ത് കിട്ടും? ആൽഫബറ്റ് കിട്ടും. അതിന്റെ കോമ്പിനേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക, ചോദിച്ചാൽ എഴുതുക. ആൻഡ് ഹിയർ ഇവിടെ നോക്കിയേ, ഇത് നമ്മുടെ റോട്ടർ മെഷീൻ ആണ്. ഇത് ഇനീഷ്യൽ സെറ്റിംഗ് ആണ്. ഇനീഷ്യൽ സെറ്റിങ്ങിൽ സപ്പോസ് സി ഞാൻ പറഞ്ഞു ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇതിന്റെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിന്റെ ഔട്ട് സെക്കൻഡ് ഇന്ന് ആൻഡ് സെക്കൻഡ് ഔട്ട് തേർഡിന്റെ ഇന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നോക്കി, ഇപ്പൊ സി എന്ന് പറയുന്ന ലെറ്റർ ആണ്. സി എവിടെ കണക്ട് ചെയ്തു? 26 ആയി കണക്ട് ചെയ്തു. ആൻഡ് 26 7 to 7 ആയി ഇവിടെ കണക്ട് ചെയ്തു. 20 to 20. ഇപ്പൊ എന്ത് കിട്ടി? ഇ കിട്ടി അല്ലേ? അപ്പൊ സിയുടെ സിഫർ ആണെന്ത്? ഇ. ഓക്കെ, നൗ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കീ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ലെറ്റർ പ്രസ് ചെയ്യാണ്. ഇതിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഡിഫറെന്റ് ആവും അല്ലെ? കണക്ഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. അപ്പൊ നോക്കിയേ, സെയിം സിയുടെ സിഫർ എന്താ നോക്കിയേ? 25 ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഹിയർ 23 ആയി കണക്ട് ചെയ്തു. 9നെ ഒ ആയി കണക്ട് അല്ലെ? 9 ആയിട്ട് കണക്ട് ചെയ്തു. അപ്പൊ സിന്റെ എന്താ കിട്ടിയത്? ഒ ആണ് സിഫർ ആയി കിട്ടിയത്. ഇതെന്താ? പോളി ആൽഫബറ്റിക് സിഫർ ആണ്. ഓക്കെ, ഓരോ റൊട്ടേഷനിലും ആ കണക്ഷൻ ചേഞ്ച് ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതെന്തായിരിക്കും? സീക്രട്ട് ആയിരിക്കും. ഓക്കെ ആണോ റോട്ടർ മെഷീൻ? Is it clear? Anugrah, Anjita, Vishnu, Nitin, Karthik. Kirtana. ഓക്കെ, ഇത് വേറൊന്നും വരില്ല, ജസ്റ്റ് തിയറി. വാട്ട് ഈസ് റോട്ടർ മെഷീൻ? നിങ്ങൾ എന്താണെന്ന് കാര്യം പറയാം. സിലിണ്ടേഴ്സ് ഉണ്ട്, അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താന്ന് പറയാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ മെയിനായിട്ട് ഇപ്പം ഡിസ്കസ് ചെയ്തത് സിമെട്രിക് സിഫർ എന്താ, അതിൻ്റെ മോഡൽ ഡിസ്കസ് ചെയ്തു. ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രിപ്റ്റോഗ്രാഫി. സിമെട്രിക് ക്രിപ്റ്റോഗ്രാഫി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സിംഗിൾ കീ ആയിരിക്കും യൂസ് ചെയ്യല് ഫോർ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. സോ അതിൻ്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് പഠിച്ചത്? സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ട്രാൻസ്പോസിഷൻ. എങ്ങനെയാണ് പ്ലെയിൻ ടെക്സ്റ്റിനെ സിഫറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസ്ഡ് 2 മെത്തേഡാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ട്രാൻസ്പോസിഷൻ. ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ കുറേ മെത്തേഡ്സ് പഠിച്ചു. ആൻഡ് ട്രാൻസ്പോസിഷൻ്റെ അണ്ടറിൽ അഗെയിൻ കുറേ 2 മെത്തേഡ് പഠിച്ചു. ഓക്കെ, ഇതുവരെ എല്ലാവർക്കും കൺസെപ്റ്റ് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു.
ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് മോഡേൺ സിഫർ, DS ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്, സിമ്പിൾ DS അങ്ങനെ കുറച്ച് എൻക്രിപ്ഷൻ അൽഗോരിതംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങളൊരു പ്രോബ്ലം എഴുതിക്കോ. Write on the question, encrypt the word semester result with the keyword examination using Playfair cipher. Encrypt the word semester result with the keyword examination using Playfair cipher. പെട്ടെന്ന് ട്രൈ ചെയ്തേ. പ്ലെയിൻ ടെക്സ്റ്റ് സെമസ്റ്റർ റിസൾട്ട്, കീവേഡ് എന്താ? കീവേഡ് ഈസ് എക്സാമിനേഷൻ. ഓക്കെ, പ്ലേഫെയർ സിഫർ ആണ്, റൈറ്റ്? പ്ലേഫെയർ സിഫർ എന്താണ്? ഫസ്റ്റ് നമ്മൾ എന്ത് വേണം? വി വാണ്ട് ടു കൺസ്ട്രക്ട് ദി പ്ലേഫെയർ മെട്രിക്സ്. മെട്രിക്സിന്റെ ഓർഡർ എന്താ? 5x5. പെട്ടെന്ന് ചെയ്തോ. മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. ദെൻ ഫസ്റ്റ് എന്ത് വേണം? കീവേഡ് റൈറ്റ് ചെയ്യണം അല്ലേ? ഓരോ സെല്ലിലും കീവേഡ് റൈറ്റ് ചെയ്യുക. സെയിം ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുക. ദെൻ റിമൈനിങ് സെൽ എന്താ? ഫിൽ വിത്ത് ദി ആൽഫബറ്റ്സ് അല്ലേ? Construct Playfair matrix. സോ നമുക്കറിയാം ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്നത് ഗ്രൂപ്പ് ആയിട്ടായിരിക്കും എൻക്രിപ്റ്റ് ചെയ്യുക അല്ലേ? നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റിന് എന്ത് ചെയ്യണം? പെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സെമസ്റ്റർ റിസൾട്ട് പെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ ഓരോ പെയറും നിങ്ങളെ മെട്രിക്സ് നോക്കുക. കുറച്ച് റൂൾസ് ഉണ്ട്, ആ റൂൾ ബേസ് ചെയ്തിട്ട് സിഫർ ടെക്സ്റ്റ് കൺസ്ട്രക്ട് ചെയ്തു. എന്തൊക്കെയായിരുന്നു റൂൾസ്? ഫസ്റ്റ് റൂള്, രണ്ട് എലമെന്റും സെയിം റോൾ ആണെങ്കിൽ സിഫറിൽ എന്ത് ചെയ്യണം? റൈറ്റ് മോസ്റ്റ് എലമെന്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ദെൻ സെയിം കോളത്തിലാണെങ്കിൽ എന്തായിരിക്കും? തൊട്ട് ബിലോയിലുള്ള എലമെന്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ദെൻ ഡിഫറെന്റ് കോളം ആൻഡ് റോസിലാണെങ്കിൽ എന്താണ്? സേ SE ഈ ഒരു പൊസിഷനിലാണ് ഉള്ളത്. അങ്ങനെ എന്ത് ചെയ്യും? എസിന്റെ റോ നോക്കും, ഇയുടെ കോളം ഇവിടെ മീറ്റ് ചെയ്യുന്ന എലമെന്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. പെട്ടെന്ന് ട്രൈ ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. ഞാൻ ക്ലാസ്സിലെ ടൈമിൽ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങളെ നോട്ടിൽ വേണം. നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിലെ ടൈമിൽ ഞാൻ ചെക്ക് ചെയ്യും. കിട്ടിയോ ആൻസർ?
Sarang, Razana, Nitin. മിസ്സേ, ഈ കീവേഡിൽ ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? കീവേഡില് അപ്പൊ അത് 2 പ്രാവശ്യം എഴുതണോ? വേണ്ട. ഫോർ എക്സാമ്പിൾ കീവേഡ് A ആണെങ്കിൽ A റിപ്പീറ്റ് ചെയ്യില്ല. ഫസ്റ്റ് ടൈം A എഴുതുക, B എഴുതുക, then A അവിടെ എഴുതണ്ട. ഓക്കെ. നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ റിപ്പീറ്റ് വരുന്നുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാം. കാരണം നമുക്കറിയാം 5 മെട്രിക്സ് ആണ്, 25 മാത്രമേ അവിടെ സെൽസ് ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഐയും ചെയ്യുന്നത് എന്താണ്, ഒരു സിംഗിൾ സെല്ല് റൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. സോ ആൻസർ ഇതായിരിക്കും. സോ നമ്മൾ ഐനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ IJ സെല്ലിൽ ഐനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ദിസ് ഇസ് യുവർ സിഫർ ടെക്സ്റ്റ്. ഇൻ കേസ് ജെനെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ദിസ് ഈസ് ദ സിഫർ ടെക്സ്റ്റ്. അപ്പം നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ 2 കോമ്പിനേഷനും എഴുതിക്കും. ഏതെങ്കിലും ഒന്ന് എഴുതിയാലും കുഴപ്പമില്ല, ബട്ട് 2 എഴുതിക്കും. കംപ്ലീറ്റ് ചെയ്യാം. ടൈമായി. നെക്സ്റ്റ് അറ്റൻഡൻസ് പ്ലീസ്.